ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ തന്നെ ക്രൂസിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് നാം വായിച്ചു കേട്ടത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ ക്രൂസിൻ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് പോയി എന്നാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും അതിപ്രധാന ദിവസം ഏതാ എന്ന് ചോദിച്ചാൽ സകല ജനത്തിനും ഒരുപോലെ പറയുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച ദിവസം ആണെന്ന് സകല ജനങ്ങൾക്കും ഒരുപോലെ വിളിച്ചു പറയുന്ന സത്യമാണ്. അതിനെ നിഷേധിക്കുവാൻ ഇന്ന് ഈ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യർക്കും കഴിയുകയില്ല എന്നും കൂടെ നാം തിരിച്ചറിയണം. എന്താണ് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത്? മാനവരാശി മുഴുവൻ പാപത്തിൻ്റെ അധീനതയിൽ വീണ് കടന്നപ്പോൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയാതെ മനുഷ്യൻ നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം. അന്നത്തെ കാലഘട്ടം അനുസരിച്ച് കുറ്റവാളിയായി വിളിക്കപ്പെടുന്നവർക്ക് കൊടുക്കുന്ന വലിയ ശിക്ഷയാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ മനുഷ്യരും ക്രൂശ് ചുമന്ന് ആ ക്രൂശിൽ മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ദൈവപുത്രനായിരിക്കുന്ന കർത്താവ് മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്ന് സകല മനുഷ്യൻ്റെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ചുമക്കേണ്ടിയ ക്രൂശ് യേശു തന്നെ ചുമന്നുകൊണ്ട് ഹല്ലേലൂയ എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്നു പേരുള്ള ആ സലയുടെ എന്ന സ്ഥലത്തേക്ക് പോയി. അത് യേശു ക്രൂശ് ചുമന്ന് ആ ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് പോയത് കൊണ്ട് നമുക്ക് ലഭിച്ചത് അവൻ്റെ സ്നേഹമാണ്, സന്തോഷമാണ്, കരുതലാണ്, കരുണയാണ്, പാപത്തിൽ നിന്ന് മോചനമാണ് നമുക്ക് ലഭിച്ചത്. നാം അനുഭവിക്കേണ്ട നിത്യമായ ശിക്ഷാവിധിയിൽ നമുക്ക് നൽകിയ വിടുതലുകൾ ഓർക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ നാം ഓരോരുത്തരും വിവിധ പാപങ്ങൾ ചെയ്ത് പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിച്ച് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ നിത്യശിക്ഷാവിധിക്ക് എന്ന് പറഞ്ഞ പോലെ ഞാനും നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മാനുഷികമായ ചിന്തകൾ കൊണ്ടും കരുതലുകൾ കൊണ്ടും മാനുഷികമായ യാഗങ്ങൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്നേക്ക് 2026 വർഷം മുമ്പ് ഹല്ലേലൂയ മാനകുലത്തിൻ്റെ മുഴുവൻ പാപം ക്രൂശിൽ നമുക്ക് വേണ്ടി ചുമന്നു വഹിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചത് ആമേൻ നിത്യമായ സന്തോഷമാണ്, നിത്യമായ സമാധാനമാണ്, നിത്യമായ രക്ഷയാണ്, നിത്യമായ ജീവനാണ്. നരകാഗ്നിയിലേക്ക് പോകേണ്ടിയിരുന്ന ഞാനും നിങ്ങളും ആ നരകക്കടലിനെ വിട്ട് സ്വർഗരാജ്യത്തിൻ്റെ അഥവാ സ്വർഗീയ പരദീസയുടെ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേർന്നു. അതുകൊണ്ട് ആ ദിവസത്തെ നമ്മൾ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായി അതിനെ ഗുഡ് ഫ്രൈഡേ എന്നൊക്കെ പറയാൻ കാരണമായത്. അപ്പോൾ ഓരോ ഗുഡ് ഫ്രൈഡേ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കർത്താവും നമ്മുടെ പാപങ്ങളെ ചുമന്നത് കൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളെ എത്രമാത്രം സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടെ പാപമില്ലാത്ത ജീവിതം നയിപ്പാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നിങ്ങളും തിരിച്ചറിയുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. മനുഷ്യൻ ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി ഓടി തങ്ങളുടെ ജീവിതത്തെ നിത്യനരകത്തിലേക്ക് തള്ളിയിടാതെ മനുഷ്യൻ ഈ ഭൂമിയിൽ മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതം നിത്യമായി സ്വർഗത്തിൽ പിതാവിനോടൊപ്പം നാം ആ സ്വർഗരാജ്യം പങ്കിടണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി യേശുക്രിസ്തുവിലൂടെ ആ നിത്യമായ സന്തോഷത്തെ നാം പ്രാപിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ആ പീഡാനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ കണ്ണുകൾ നിറയുന്ന ദിവസങ്ങളായി മാറണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്, മത നേതാക്കന്മാരുണ്ട്, അനവധി മത ദൈവങ്ങളുണ്ട്, ആൾ ദൈവങ്ങളുണ്ട്. മാനകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശ് ചുമന്ന് ക്രൂശിൽ മരിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കർത്താവുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു നസറായനായ യേശു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ
ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മതവിശ്വാസങ്ങൾക്കും ലഭിച്ച വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്തിലൂടെയാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് നൽകിയ രക്ഷ എത്ര മനോഹരമാണ്. കാരണം ലോകം നമുക്ക് തരാത്ത രക്ഷയാണ്. ഇപ്പം പിതാവ് പുത്രനെ പൂർണ്ണമായി ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. പുത്രനായ യേശു ക്രിസ്തു പിതാവിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകി തന്നു. അതുകൊണ്ട് സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകി തന്ന യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ ലഭിക്കുന്ന താൽക്കാലികമായ ജീവിതം അത് അല്ലെങ്കിൽ പാപമില്ലാത്ത ജീവിതം നയിപ്പാൻ കഴിയണം. ഈ ഭൂമി ജനിക്കുന്ന ഓരോ കുട്ടികളും പാപികളാണ്. ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പാപത്തിന് പരിഹാരമായി യേശു ക്രൂശിൽ മരിച്ചു. നിന്റെ പാപം യേശു ആ ക്രൂശിൽ ചുമന്നു നീ വിശ്വസിച്ചുകൊണ്ട് നിനക്ക് ലഭിക്കുന്ന സമയം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പാപശാപ രോഗബന്ധനങ്ങളെ, നിന്റെ കുടുംബത്തോട് നിന്റെ തലമുറയോട് പോരാടുന്ന അന്ധകാരങ്ങളെ എല്ലാം നീക്കി നിനക്ക് നിത്യമായ സമാധാനം പ്രാപിപ്പാൻ കഴിയും. മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യസമാധാനമില്ലാതെ നിത്യസന്തോഷമില്ലാതെ തകർന്നു കിടക്കുന്ന ജീവിതാനുഭവമാണ്. എവിടെ നോക്കിയാലും കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, സങ്കടങ്ങളുടെ അനുഭവങ്ങൾ, കുടുംബത്തിനകത്തെ അസ്വസ്ഥതകൾ, തമ്മിൽ വാദങ്ങൾ, പോരുകൾ, അത് മുഖാന്തരം ഉണ്ടാകുന്ന നരകയാത്രകൾ, കൊലപാതകങ്ങൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു പാപിയായി ജീവിച്ച് ആ പാപശരീരത്തിൽ മരിച്ച് നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി ആ നിത്യനരകത്തിലേക്ക് ഞാനും നിങ്ങളും തള്ളിവിടാതെ, പാപിയായ മനുഷ്യ, നിന്റെ പാപങ്ങൾക്ക് യേശു പരിഹാരം തന്നതുകൊണ്ട് യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തണം. ഹല്ലേലൂയ. ഞാനൊരു മതത്തിൻ്റെ സന്ദേശമല്ല പറയുന്നത്. ഒരു മതത്തിൻ്റെ സന്ദേശമായി തോന്നാം, പക്ഷേ ഇതൊരു മത സന്ദേശമല്ല. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഒരു നിത്യമായ വിടുതലാണ്. യേശു ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല. ഒരു മതവും യേശു ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. യേശു മതം സ്ഥാപിക്കുവാനോ ഒരു മതം പണിയുവാനോ അല്ല ഇവിടെ വന്നത്. മാനകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം നൽകി, അവന് നിത്യജീവൻ നൽകി, നിത്യമായ രക്ഷ നൽകി ആ സ്വർഗീയ സന്തോഷം പകരാൻ വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഞാനും നിങ്ങളും എത്രമാത്രം കഷ്ടതയുടെ, സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ, കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നുപോയ അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് നിനക്ക് സമാധാനമില്ലാതെ, ഇന്നും സമാധാന സന്തോഷമില്ലാതെ കടന്നു പോകുന്ന എത്രയോ കുടുംബങ്ങൾ, എത്രയോ വേദനയുടെ അനുഭവങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ കുടുംബത്തിൻ്റെ ശാപങ്ങളെ മാറുവാൻ, നീ കടന്നു പോകുന്ന ബന്ധനങ്ങൾ നിനക്ക് സമാധാനം ലഭിക്കുവാൻ യേശുവിന് വേണ്ടി നിൻ്റെ ഹൃദയം കൊടുക്കാൻ നിനക്ക് കഴിയുമോ? പാപം നിറഞ്ഞ ലോകത്തിൽ നീ ജീവിച്ച് നിൻ്റെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിനായി നിങ്ങൾ ഒരുങ്ങണം. നമുക്കറിയാം, സകല ജനത്തെ തകർത്ത് കളയുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ, സാത്താന്യ ശക്തികൾ, പൈശാചിക ശക്തികൾ ദേശത്തെ മുഴുവൻ അടക്കി വാഴുമ്പോൾ അതിൽ നിന്നൊരു മോചനത്തിനായി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. പാപലോകത്തിൽ ഞാനും നിങ്ങളും വസിച്ച് എൻ്റെ നിങ്ങളും ജീവിതം തകർത്ത് കളയാതെ നിത്യജീവന് വേണ്ടി ഞാനും നിങ്ങളും ജീവിക്കണം. ഈ അകൃത്യങ്ങൾ നിറഞ്ഞ, പാപം നിറഞ്ഞ്, ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നമുക്കൊരിക്കലും സമാധാനം കിട്ടത്തില്ല. എന്നാൽ സമാധാനം തരുന്ന, സമാധാന പ്രഭുവായിരിക്കുന്ന യേശു ക്രിസ്തു നിനക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിൻ ചുമന്ന് നിനക്ക് വേണ്ടി മരിച്ചുവെന്ന് നീ വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾക്കൊരു പരിഹാരം വരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സകല ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന സകല ജനങ്ങളും യേശു ക്രിസ്തു സ്വതന്ത്രമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.